നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗത്ത് കമ്പിപ്പാര കൊണ്ടുള്ള മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചത് പടലുമാക്കൽ ഷാജി ജോർജ്. കാരണമായത് വീട്ടിലെ വാഹനത്തിന്റെ ഡോറ് തുറക്കുന്നത് സംബന്ധിച്ച തർക്കം. നാടും നഗരവും വൃന്ദാവനമായി. വീഥികൾ നിറഞ്ഞാടി അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ആഘോഷിച്ചു. ചാമമ്പതാൽ, ഉള്ളായം, കടയനിക്കാട് മേഖലകളിൽ കുറുനരിയുടെ ശല്യം രൂക്ഷം. 6 പേർക്ക് കടിയേറ്റു. പുറത്തിറങ്ങാൻ ഭയന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗത്ത് മകന്റെ അടിയേറ്റ് പിതാവ് മരിച്ചു. പടലുമാക്കൽ ഷാജി ജോർജാണ് മരിച്ചത്. മകന്റെ ആകുലാണ് കമ്പിപ്പാര കൊണ്ട് ഷാജിയുടെ തലക്കടിച്ചത്. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗത്ത് പിതാവിനെ മകൻ അടിച്ചുകൊന്നു. ചേപ്പുംപാറ പടലുക്കൽ ഷാജി ജോർജാണ് മകൻ രാഹുലിന്റെ അടിയേറ്റ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. വീട്ടുമുറ്റത്ത് കിടന്ന വാഹനത്തിന്റെ ഡോറ് തുറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മദ്യപിച്ചിരുന്ന രാഹുൽ വീട്ടിലുണ്ടായിരുന്ന അലവാങ്ക് ഉപയോഗിച്ച് പിതാവിനെ അടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാജി തിങ്കളാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നാടും നഗരവും അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ആഘോഷിച്ചു. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ശോഭായാത്രകളാണ് നടന്നത്. നാടും നഗരവും അമ്പാടിയായി. 100 കണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും വീഥികൾ നിറഞ്ഞു. പീതസാഗരമായി മാറിയ നാടും നഗരവും. പുണ്യമീ മണ്ണ്, പവിത്രമീ ജന്മം എന്ന സന്ദേശത്തിലൂന്നിയാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നത്. വർണ്ണശബളമായ ഘോഷയാത്രകളാണ് എങ്ങും അരങ്ങേറിയത്. കുഞ്ഞു കൈകളിൽ ഓടക്കുഴലുമേന്തി അമ്പാടിക്കണ്ണന്മാരും ഒപ്പം ഗോപികമാരും എത്തിയത് ഭക്തമനസ്സുകളെ ആഹ്ലാദത്തിൽ ആറാടിച്ചു. 100 കണക്കിന് കൃഷ്ണവേഷങ്ങളും പൗരാണിക വേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അണിനിരന്നു. പാമ്പാടി ചെറുവള്ളിക്കാവ് ക്ഷേത്രാങ്കണം അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് അമ്പാടിയായി മാറി. ക്ഷേത്രം മുൻവശം ആൽത്തറ മൈതാനിയിൽ രാവിലെ കൃഷ്ണവേഷധാരികളും ഗോപികമാരും നിറഞ്ഞാടി. ഉറിയടി, ഊഞ്ഞാലാട്ടം എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് നിരവധി താലപ്പൊലിയുടെ അകമ്പടിയോടെ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് കാവടി അഭിഷേകവും മഹാപ്രസാദമൂട്ടും നടന്നു. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി തിഥിയാണ് ജന്മാഷ്ടമി. കേരളത്തിലിത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയാണ്. കൃഷ്ണക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും നടന്നു. മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചാമമ്പതാൽ, ഉള്ളായം, കടയനിക്കാട് പ്രദേശങ്ങളിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. വീടിനുള്ളിൽ കയറി വന്നും ഇവ ആക്രമിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവ വിഹരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ചാമ്പതാലിന് സമീപം ഉള്ളയം, കടയനിക്കാട് ഭാഗങ്ങളിൽ കുറുനരി ശല്യം രൂക്ഷമായി. ബുധനാഴ്ച രാത്രി മുതലാണ് പ്രദേശങ്ങളിൽ കുറുനരിയുടെ കടിയേറ്റ് കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റത്. വീടുകൾക്കുള്ളിൽ കയറി വന്നും ആക്രമിക്കുന്നുണ്ട്. കടിച്ചത് നായയല്ലെന്നും കുറുനരി വർഗത്തിൽപ്പെട്ട ജീവിയാണെന്നും കടിയേറ്റവർ പറയുന്നു. ഉള്ളയം കുന്നപ്പള്ളി രാജുവിന്റെ ഭാര്യ റോസ്ലിയെ വീടിനുള്ളിൽ കയറി വന്നാണ് കടിച്ചത്. ഇവരുടെ കൈത്തണ്ടയിലാണ് കടിയേറ്റത്. ഞാൻ കിച്ചണിലെ പണി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പിള്ളേര് ഫ്രണ്ടിലിരുന്ന് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം മുറ്റത്തൂടെ കയറി പട്ടിന്ന് കൊച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ കഥ അടയ്ക്കാനായിട്ട് ഓടി വന്നപ്പോഴത്തേനും ഫ്രണ്ടിൽ കൂടെ കയറി കുഞ്ഞ് ഡൈനിങ് ഹാളിൽ വരെ വന്നു. അവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഓടിക്കാൻ ചെന്നപ്പോഴത്തേനും പട്ടി എന്നെ കടിച്ചു. പിന്നെ പട്ടി അവിടെ നിൽക്കുക, ഞാൻ പിള്ളേരെ എടുത്തോണ്ട് ഓടിപ്പോവായിരുന്നു. മഞ്ഞക്കൽപ്പടി നിവിക്കയൻ രവിയുടെ മൂക്കിലാണ് കടിയേറ്റിരിക്കുന്നത്. കോണേക്കടവ് പുത്തൻപുരയ്ക്കൽ റെജി പി തോമസ്, പറമ്പുക്കൽ ബിജുവിന്റെ ഭാര്യ സുധ എന്നിവരെയും ആക്രമിച്ചു. കോണേക്കടവ് തൈത്തോട്ടത്തിൽ മിയമോളെ രാവിലെ സ്കൂളിൽ പോകും വഴിയാണ് നരി കടിച്ചത്. കൊച്ചുപുരയ്ക്കൽ ജസ്നയ്ക്കും കടിയേറ്റത് വെള്ളിയാഴ്ച രാവിലെയാണ്. സ്കൂളിലേക്ക് മകനെ കൊണ്ടുവിടാനായി ബൈക്കിൽ പോകുമ്പോഴാണ് സിജോ ജോസഫിന് കടിയേറ്റത്. ഇന്നലെ രാവിലെ ഒരു 8:45 ആയപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനെ കൊണ്ട് മണിമല സെന്റ് ജോർജിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാനും കൊച്ചും കൂടെ ഇവിടെ നിന്ന് പോയി.
താഴെ നമ്മുടെ വീടിന്റെ താഴെ കുറെ കൈത തോട്ടങ്ങളുണ്ട്. അവിടെ അതിന്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ സൈഡിൽ വെച്ച് ഒരു പട്ടിയെപ്പോലെ രൂപം കണ്ട് പെട്ടെന്ന് കൊച്ചു പറഞ്ഞ് അപ്പ പട്ടിയാന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിങ്ങനെ ഓടി. അന്നേരം വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വെട്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ കൊച്ചു പെട്ടെന്ന് ചാടി പറഞ്ഞു. അപ്പം എൻ്റെ കാലേ പട്ടി കടിച്ചെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പട്ടിയല്ല മോനെ അത് കുറുക്കനാന്ന് പറഞ്ഞു. അത് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അതിനെ കണ്ടില്ല, അത് ഓടി. പിന്നെ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് ഞാൻ ഓടി വന്നു. ഇവിടെ അടുത്ത് നമ്മുടെ എടരിക്കപ്പുഴ ഹോസ്പിറ്റലിലോട്ട് അന്നേരം ഞങ്ങൾ പോവായിരുന്നു. നരിയുടെ ആക്രമണത്തിന് ഇരയായവരെല്ലാം ഇടയിരിക്കപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ഞാനിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എനിക്കുണ്ടായ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ കോട്ടയം എടരിക്കപ്പുഴ ഹോസ്പിറ്റലിൽ പോയി. എടരിക്കപ്പുഴ ഹോസ്പിറ്റലിൽ നിന്ന് അതിന് വേണ്ടുന്ന മരുന്ന് കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അവരെല്ലാവരും വളരെ കാര്യമായ രീതിയിൽ നമ്മളോട് ഇടപെട്ടു. അവരെ ഉടനെ തന്നെ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഉടൻ കോട്ടയം പോകണം. അന്നേരം തന്നെ അവരെ കോട്ടയത്തിന് റെഫർ ചെയ്തു. ഞങ്ങൾ അന്നേരം കോട്ടയം പോയി. കോട്ടയത്ത് നിന്നും അതിന്റെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് അലർജിയുടെ ഇതുണ്ടായിരുന്നു. അത് കാരണം പിന്നെ അത് ഒഴിവാക്കി ഞാൻ പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് ചെയ്തു. പ്രദേശത്തിറങ്ങിയിരിക്കുന്നത് കുറുനരിയാണെന്ന സംശയം ഉയർന്നതോടെ ഇതിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചതായി പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് അറിയിച്ചു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നരി ഇറങ്ങിയിരിക്കുന്നതിനാൽ പ്രദേശത്തെ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ബ്രിട്ടീഷ് എം പി സോജൻ ജോസഫ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ പാലായിലെത്തി സന്ദർശിച്ചു. എം പി ആയ ശേഷമുള്ള സ്വദേശമായ കോട്ടയത്തേക്കുള്ള ആദ്യ യാത്രയിലായിരുന്നു സോജൻ ജോസഫ്. കോട്ടയം കൈപ്പുഴ സ്വദേശിയും ബ്രിട്ടീഷ് പാർലമെന്റ് അംഗവുമായ പ്രഥമ മലയാളി സോജൻ ജോസഫ് പാലായിൽ എത്തി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പിയെ സന്ദർശിച്ചു. യുകെയിലെ മലയാളി സമൂഹത്തിന് ഔദ്യോഗിക തലത്തിൽ ഒരു സഹായിയെ ലഭിച്ചതായി ജോസ് കെ മാണി പറഞ്ഞു. വളരെ സ്നേഹോഷ്മളമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു. എം പി ആയ ശേഷമുള്ള നാട്ടിലേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ ഇത്തരം ഒരു സൗഹൃദ സന്ദർശനം നടത്തിയ സോജൻ ജോസഫിന് ജോസ് കെ മാണി ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ സ്വർണം അടങ്ങിയ ബാഗ് ട്രെയിനിൽ മറന്നുവെച്ചു. മിന്നൽ നീക്കത്തിനൊടുവിൽ ബാഗ് തിരികെ എടുത്തു നൽകി പോലീസിന്റെ മികവ്. റെയിൽവേ SP പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. ട്രെയിനിൽ മറന്നുവെച്ച സ്വർണവും രേഖകളും അടങ്ങിയ ബാഗ് ആലപ്പുഴ സ്വദേശിനിക്ക് മണിക്കൂറുകൾക്കകം തിരികെ എടുത്തു നൽകി റെയിൽവേ പോലീസിന്റെ മിന്നൽ ഇടപെടൽ. മിന്നൽ നീക്കം നടത്തിയ കോട്ടയം റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെയും റെയിൽവേ SHO റെജി P ജോസഫിനെയും റെയിൽവേ SP അനുമോദിച്ചു. ആലപ്പുഴ കൈച്ചുണ്ടിമുക്ക് ഫാത്തിമ സെയ്താലിയുടെ ബാഗാണ് കഴിഞ്ഞ ദിവസം ട്രെയിനിനുള്ളിൽ മറന്നുവെച്ചത്. 1 പവൻ സ്വർണവും 2 സ്മാർട്ട് ഫോണുകളും പണവും ആധാർ കാർഡും രേഖകളും അടങ്ങിയ ബാഗാണ് മറന്നുവെച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. തിരുനെൽവേലിയിൽ നിന്നും കായംകുളത്തേക്ക് പാലരുവി എക്സ്പ്രസിൽ സഞ്ചരിക്കുകയായിരുന്നു യുവതി. കായംകുളത്തിറങ്ങിയ യുവതി ബാഗ് മറന്നുവെച്ച കാര്യം കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാഗ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓൾ കേരള കാർപ്പന്റർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി കോട്ടയത്ത് നടന്നു. PWD റെസ്റ്റ് ഹൌസിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ മാരൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വിനോദ് രാജ് അധ്യക്ഷനായി. കുമാർ ജി, വിനോദ് പള്ളിക്കത്തോട്, ജയചന്ദ്രൻ, സന്ദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തിരുവോണത്തിനും കരിനിഴൽ വീഴ്ത്തി ഇടതു ഭരണമെന്ന് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് മോൻസ് ജോസഫ് MLA പറഞ്ഞു. ഓണക്കാലമായിട്ടും സർക്കാരിന്റെ ന്യായവില ഷോപ്പുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ലെന്നും ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായി മുടങ്ങുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ നിർവാഹമില്ലെന്നും മോൻസ് ജോസഫ് MLA കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന പണം ധൂർത്തടിക്കുന്ന സർക്കാർ നാടിന് ശാപമാണെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും പ്രതിസന്ധിയുടെ ഭാഗമായി ഭരണപരാജയത്തിന്റെ ഭാഗമായുള്ള തകർച്ചയാണ് നേരിടുന്നത്. എല്ലാ കേരളമൊട്ടാകെ റോഡുകൾ തകർന്ന് തരിപ്പണമായിരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ബഹുമാന്യ മന്ത്രി ശ്രീ MP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അദാലത്ത് ഇപ്പോൾ അതിരമ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട് ആവശ്യപ്പെടുന്നത്
ജലജീവൻ മിഷൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കണം. അതുപോലെ കേരളമൊട്ടാകെ തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡുകൾ നന്നാക്കാൻ ഗവൺമെന്റ് പഞ്ചായത്തിന് ഫണ്ട് കൊടുക്കുന്നില്ല, മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. 100 കണക്കിന് ജനപ്രതിനിധികളാണ് ഇന്ന് അതിരപ്പള്ളിയിൽ വന്ന് MP രാജേഷ് നിവേദനം കൊടുത്തു. അതേ പറയുന്നത് ധനകാര്യമന്ത്രിയായിട്ട് നമുക്ക് സംസാരിച്ചു നോക്കാം, എന്തെങ്കിലും മാർഗമുണ്ടെന്ന് അന്വേഷിക്കാം. ഞാനും ഇപ്പോൾ അദാലത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. ഒരു രീതിയിലും ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ, തോമസ് ഉഴുന്നാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. മലങ്കര മീനച്ചിൽ ശുദ്ധജല പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നിലച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മുടങ്ങിയതോടെ കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി പണം ചെലവഴിക്കുന്നത് നിർത്തിവെച്ചു. മലങ്കര മീനച്ചിൽ ശുദ്ധജല പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നിലച്ചു. കടനാട്, രാമപുരം, ഭരണങ്ങാനം, മേലുകാവ്, മൂന്നിലാവ്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര, പൂഞ്ഞാർ, തലനാട്, തിടനാട്, മീനച്ചിൽ, കൂട്ടിക്കൽ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മുടങ്ങിയതോടെയാണ് നിലച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം ഉപയോഗിച്ചാണ് മലങ്കര മീനച്ചിൽ ശുദ്ധജല പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മുടങ്ങിയതോടെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പണം ചെലവഴിക്കുന്നതും നിർത്തിവെച്ചിരിക്കുകയാണ്. നിർമ്മാണത്തിനനുസരിച്ച് 3 തവണ കമ്പനികൾക്ക് ബിൽ മാറി തുക നൽകി. എന്നാൽ പിന്നീട് നിർമ്മാണത്തിനുള്ള തുക ലഭിക്കാതായതോടെ കമ്പനികൾ ജോലികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ പൈപ്പിടുന്നത് ഉൾപ്പെടെ 1/4 ഭാഗത്തോളം ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. തൊടുപുഴ മലങ്കര അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം കടനാട് പഞ്ചായത്തിലെ നീലൂരിൽ നിർമ്മിക്കുന്ന സംഭരണിയിലേക്ക് പമ്പ് ചെയ്യും. നീലൂരിലെ പ്ലാന്റ് നിർമ്മാണത്തിനായി 99 കോടിയും മലങ്കര അണക്കെട്ടിൽ നീലൂരിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ്, പമ്പ് ഹൗസ് എന്നിവ സ്ഥാപിക്കുന്നതിന് 88 കോടി രൂപയുമാണ് 2 കമ്പനികൾക്ക് കരാർ നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി ജല അതോറിറ്റി പാലയിൽ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നു. 18 മാസം കൊണ്ട് പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനായിരുന്നു ധാരണ. 1243 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ജലവിഭവ വകുപ്പ് നൽകിയിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വർഷം മുഴുവൻ വെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി. നീലൂർ കുടിവെള്ള പദ്ധതി, അതായത് മലങ്കര ജല പദ്ധതി ആയിട്ട് 1986 തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. ഇതിനായിട്ട് ഈ കഴിഞ്ഞ കാലയളവ് എത്രയും ഈ 2024 വരെ ചെലവഴിച്ചിരിക്കുന്ന കോടിക്കണക്കിന് തുകയാണ്. ഓരോ മന്ത്രിസഭ വരും, അവർ സ്ഥാപിത താല്പര്യാർത്ഥം ഒരു ഉദ്ഘാടനം വെക്കും. ആ ഉദ്ഘാടനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതുകൂടാതെ അതിൻ്റെ മെറ്റീരിയൽസ്, പൈപ്പുകൾ എന്നുകൊണ്ട് അനവധിയായ സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി നിർത്തലാക്കാൻ നടപടി ഇവരെടുക്കുന്നത്. ആലോചിക്കും, ഇത്രയും നീചമായ ഒരു നിലപാട് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൽ കാണുന്നത്. ഇതിന് തുല്യ പങ്കാളിത്തമാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഇതിന് തുല്യ പങ്കാളിത്തമാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ തുകയാണ്, ജനങ്ങളെ ഭീമമായി വാങ്ങിക്കൂട്ടുന്ന, ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഭീമമായ നികുതി പണം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, ബയോഡാറ്റ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി ഓഗസ്റ്റ് 27 രാവിലെ 10 മണിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഹാജരാകണം. ഫോൺ 0481206153. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITയിലേക്ക് 2024 വർഷത്തിലെ പ്രവേശനത്തിനായി സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ഇതുവരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് പ്രവേശനത്തിനായി പള്ളിക്കത്തോട് ഗവൺമെന്റ് ITയിൽ നേരിട്ട് ഓഗസ്റ്റ് 27 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. പ്രവേശനത്തിനായി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, TC, 3 ഫോട്ടോ, ഫീസ് എന്നിവയുമായി ഹാജരാകണം. ഫോൺ 9539348420. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് കമ്പിപ്പാര കൊണ്ടുള്ള മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. മരിച്ചത് പടലുമാക്കൽ ഷാജി ജോർജ്. കാരണമായത് വീട്ടിലെ വാഹനത്തിന്റെ ഡോറ് തുറക്കുന്നത് സംബന്ധിച്ച തർക്കം. നാടും നഗരവും വൃന്ദാവനമായി. വീഥികൾ നിറഞ്ഞാടി അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ആഘോഷിച്ചു. ചാമമ്പതാൽ, ഉള്ളായം, കടയനിക്കാട് മേഖലകളിൽ കുറുനരിയുടെ ശല്യം രൂക്ഷം. 6 പേർക്ക് കടിയേറ്റു. പുറത്തിറങ്ങാൻ ഭയന്ന് നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.